എല്ലാവർക്കും റെസിപ്പി വേർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു സവാളയുടെ പകുതി നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തെടുത്ത വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അതെടുക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും നമുക്ക് ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. ഇതേപോലെ വേണം ഇരിക്കാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ പാനിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് അത് കൈ കൊണ്ടെടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. മുട്ട അതിലേക്ക് ഒഴിച്ച് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ അടിഭാഗം നന്നായിട്ട് വെന്ത് കാണും. നമുക്കൊരു ചട്ടു ഉപയോഗിച്ച് ഇത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇപ്പോൾ ഞാൻ ചെറിയ ചട്ടുകമാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടുകം വെച്ച് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ പൊട്ടിപ്പോയ ഭാഗമെല്ലാം ഒന്ന് ജോയിൻ്റ് ആവും. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം. ഈ അടിഭാഗം വെന്ത കണക്ക് തിരിച്ചിടുമ്പോൾ അത്രയും നേരം നമുക്ക് തീയിലിടേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റിനകത്ത് ഇത് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പൈസി ഓംലെറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ഒന്നും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.